ഒരു നിർണായകമായ നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള ഒരു പ്രകടനത്തിന് നിയമസഭ വേദിയാകുകയും ചെയ്യും. എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് നമുക്ക് ചോദിച്ചറിയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മോടൊപ്പമുണ്ട്. എന്തായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഒരു സമീപനം? നമുക്കറിയാമല്ലോ, 10ാമത്തെ വർഷത്തിലേക്ക് ഗവൺമെൻറ് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷം കേരളത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയൊരു സർക്കാരാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2 ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്നത്. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം, കസ്റ്റഡി മർദ്ദനം കഴിഞ്ഞ് കേരളം മുഴുവൻ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നു. ഏറ്റവും അവസാനം വന്നത് DYFI നേതാവ് സ്വന്തം പാർട്ടിക്കാരുടെ അഴിമതി പുറത്തു പറയുമെന്ന് കണ്ടപ്പോൾ അവരുടെ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞൊരു കള്ളക്കേസുണ്ടാക്കി 2 മണിക്കൂറിനുള്ളിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് അയാളെ മൃതപ്രായനാക്കി. 4 മാസം കൊണ്ട് ഇയാൾ ഈ മർദ്ദനമേറ്റും മരിച്ചു. കുടുംബം പരാതി കൊടുത്തിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് എനിക്ക് രാവിലെ വിവരം കിട്ടിയത്, പരാതിയുമായിട്ട് പോയ ആളുടെ വിരൽ പോലീസ് ഓടിച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം തലയിൽ KSU നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് തീവ്രവാദികളെ കൊണ്ടുവരുന്ന പോലെ വിലങ്ങ് വെച്ച് തലയിൽ. അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് സേനയായി കേരളത്തിലെ പോലീസ് സേനയെ അത്തപ്പതിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോകാൻ ആളുകൾക്ക് പേടിയാണ്. പോലീസ് ജനങ്ങളുടെ കൂടെയല്ല, ക്രിമിനലുകളുടെ കൂടെയാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ 5 സ്റ്റാർ കൊണ്ടുപോയി. അവിടെ നിന്ന് മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുത്തു. KSU നേതാക്കന്മാരെ, വിദ്യാർത്ഥി സമരം ചെയ്തവരെ തലയിൽ മുണ്ടിട്ട് തീവ്രവാദികളെ പോലെ വിലങ്ങണിയിച്ചു കൊണ്ടുവരിക. ഇതാണ് കേരളത്തിലെ പോലീസ്. ആരോഗ്യ കേരളം തകർന്നു തരിപ്പണമായി. ഇപ്പം മസ്തിഷ്ക ജ്വരം, എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ബോധവും ആരോഗ്യ വകുപ്പിനില്ല. ആകാശത്തേക്ക് നോക്കി നിൽക്കുക. പ്രതിരോധ നടപടിയില്ല, രോഗലക്ഷണങ്ങൾ പറയുന്നില്ല, ബോധവൽക്കരണ പരിപാടിയില്ല. മസ്തിഷ്ക ജ്വരം വന്നോ, മരിച്ചോ, ഓക്കെ, നിങ്ങൾക്കുള്ള. മലയോര ജനത കഷ്ടപ്പാടിലാണ്. വന്യമൃഗ ആക്രമണം, 100 കണക്കിന് ആളുകളാണ് ആക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന ആളുകൾ. തീരദേശത്ത് പ്രശ്നങ്ങളാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ പ്രശ്നമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർത്തു തരിപ്പണമാക്കി, ഖജനാവ് കാലിയാക്കി. ഒന്നുമില്ല, കോടാനുകോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിട്ട ഒരു മുടിഞ്ഞ സർക്കാരായി ഇത് മാറിയിരിക്കുന്നു. എന്നിട്ട് ഈ വലിയ തോൽവി ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതിൻ്റെ വിഭ്രാന്തിയിൽ നിന്നാണ് പുതിയ അയ്യപ്പ സംഗമം, ന്യൂനപക്ഷ സംഗമം തുടങ്ങിയ തരികിട പരിപാടികളൊക്കെ ആയിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നത്. അപ്പം ഞങ്ങളുടെ ജോലി എന്താ? ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ അഭിഭാഷകരാണ്. ഞങ്ങൾ നിയമസഭയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവരെ വിചാരണ ചെയ്യും. ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കുറേയേറെ ബില്ലുകളൊക്കെ വരുന്നുണ്ട്. ഇതിനോടൊക്കെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു സമീപനം? അല്ല, ഞങ്ങൾ പോസിറ്റീവാണ്. അറിയാമല്ലോ, മലയോര ജനങ്ങളെ അവരുടെ വിഷയം കൊണ്ടുവന്നത് ഞങ്ങളാണ്. നിരവധി പ്രാവശ്യം, 10 പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു. മലയോര സമരയാത്ര ഞങ്ങൾ നടത്തി. പലതരത്തിലുള്ള പ്രക്ഷോഭണങ്ങൾ ഞങ്ങൾ നടത്തി, നിരവധിയായിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസുകൾ മാർച്ച് ഉൾപ്പെടെ. അപ്പോഴൊന്നും തയ്യാറായില്ല, ഒന്നും ചെയ്യാൻ. 10 കൊല്ലമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബില്ലായിട്ട് വന്നത്. അത് നിയമപരമായിട്ടുള്ള ബില്ലാണ്. അത് മലയോര ജനതയ്ക്ക് സഹായകമാവുമെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങളതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ടാണ്. ഞങ്ങളൊരു എല്ലാത്തിനെയും എതിർക്കുന്ന പ്രതിപക്ഷമല്ലല്ലോ. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളെ സഹായിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചാൽ ഞങ്ങളതിന് പിന്തുണ കൊടുക്കും. പോസിറ്റീവാണ് ആ കാര്യത്തിലൊക്കെ. ഈ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷം വല്ലാണ്ട് പ്രതിരോധത്തിൽ നിൽക്കുന്നു എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, ഒരു യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹം പുറത്തല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. അല്ല, ഇതൊക്കെ തന്നെ ആ വിഷയത്തിൽ ഞങ്ങളല്ല പ്രതിരോധത്തിൽ. ആ വിഷയത്തിൽ പ്രതിരോധത്തിൽ ഭരണമുന്നണിയാണ്, CPM ആണ്. ഞങ്ങളുടെ മുമ്പിലൊരു വിഷയം വന്നു അല്ലേ, FIR ഇല്ല, പരാതിയില്ല. പക്ഷെ ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തു. KPC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? തീരുമാനം പ്രഖ്യാപിച്ച് സ്ത്രീകളെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളൊരു നിലപാടെടുത്തു. ആൾ രാജിവെച്ചു, ആളെ സസ്പെൻഡ് ചെയ്തു, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി ഞങ്ങൾ നിയമസഭയിലേക്ക് അതുമായിട്ടാണ് പോകുന്നത്. തല കുനിച്ചുകൊണ്ട് പിണറായി വിജയനും കൂട്ടർക്കും വരാൻ പറ്റുള്ളൂ. റേപ്പ് കേസിലെ പ്രതി അവിടെ ഇരിക്കുക. റേപ്പ് കേസിലെ നാണം കെട്ട സ്ത്രീ പീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായിട്ടിരിക്കുക. ഞങ്ങൾ ആ FIR വായിച്ചാൽ തീർന്നില്ലേ? കഥ തീർന്നില്ലേ? അവരെ കഥ തീർന്നില്ലേ? ഞങ്ങളല്ല പ്രതിരോധത്തിൽ, അവരാണ് പ്രതിരോധത്തിൽ. ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചപ്പോൾ അവരൊന്നുകൂടി പ്രതിരോധത്തിലായി. അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാണ് ഇപ്പോൾ CPM MLA, റേപ്പ് കേസിലെ പ്രതിയായ CPM MLAക്ക് നിയമസഭയിൽ വരാം. ലൈംഗിക അപവാദ കേസിൽ നാണം കെട്ട് നിൽക്കുന്ന മന്ത്രിമാരാക്കി അവരെ വയ്ക്കാം.
എന്നിട്ട് പിന്നെ അവർക്ക് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാൻ എന്താ അവകാശമുള്ളത്? ഞങ്ങളല്ലേ ആ കാര്യത്തിൽ നല്ല തീരുമാനമെടുത്ത്. രാഹുൽ പങ്കെടുക്കുമോ നിയമസഭ? അല്ല, അതൊക്കെ പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. പാർട്ടി ഉചിതമായ തീരുമാനം സമയത്ത് അതെടുക്കും. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഞങ്ങളുടെ ബ്ലോക്കിലല്ല അദ്ദേഹം, ഞങ്ങളുടെ കൂടെ അല്ല. അത് പറയാൻ പറ്റും. അത് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് അതിക്രമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും വയനാട്ടിൽ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ഒരു കോൺഗ്രസ് പ്രവർത്തകന് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ഇത്തരം കാര്യങ്ങൾ അത് കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണോ പരസ്പര വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. പാർട്ടി അത് ഗൗരവതരമായി അന്വേഷിക്കുന്നുണ്ട്. അത് അന്വേഷിച്ച് കുറ്റക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൗരവതരമായ നടപടിയെടുക്കും. അതൊരു താഴെത്തട്ടിൽ നടന്ന സംഭവമാണ്. മുതിർന്ന നേതാക്കൾ ആരും അതിൻ്റെ പുറകിലൊന്നുമില്ല. താഴെത്തട്ടിൽ നടന്ന വ്യക്തിപരമായ ഒരു വിരോധം പാർട്ടിക്കകത്തുള്ളൊരു പ്രശ്നമായി മാറിയതാണെന്നാണ് എനിക്ക് തോന്നിയത്. അത് അന്വേഷിച്ച് ഉചിതമായ നടപടി സംഘടനാ സംവിധാനത്തിലൂടെ സ്വീകരിക്കും. അവിടെ DCC ട്രഷറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിനുശേഷം ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, ഒരു കരാർ ഉണ്ട് എന്ന് പറയുന്നു, സിദ്ദീഖ് പറയുന്നു കരാർ ഉണ്ട് എന്ന് പറയുന്നു. അല്ലല്ല, ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർട്ടി അവിടെ സ്വീകരിച്ചതാണ്. 2 സ്റ്റെപ്പ് കഴിഞ്ഞു, 1 സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. അപ്പോൾ അവരെന്താണ് പരാതി പറഞ്ഞതെന്ന് അന്വേഷിക്കണം, എനിക്കറിയില്ല. ഇത് സംബന്ധിച്ച ഒരു ശബ്ദരേഖ തിരുവഞ്ചൂരിൻ്റെതായിട്ടുള്ളത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി പറയുകയും അത് നേതാക്കൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണെന്ന് പറയും. അല്ല, ഞങ്ങൾ പരാതി പരിഹരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ അതിൻ്റെ അകത്തൊരു ധാരണ അവരുമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പല ഘട്ടങ്ങളിലായി തീർക്കേണ്ട കാര്യമാണ്. എനിക്ക് പല അഭിപ്രായങ്ങൾ ആ കാര്യത്തിലുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൂടി എനിക്ക് ഈ കാര്യത്തിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പാർട്ടിയാണൊരു ധാരണ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിന്നു. അങ്ങനെ പാർട്ടി ഒരു സ്റ്റെപ്പ് അത് പരിഹരിച്ചു, 2ാമത്തെ സ്റ്റെപ്പ് അത് പരിഹരിച്ചു, 3ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ വീണ്ടും അവർക്ക് പരാതി ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് അന്വേഷിക്കാം. ഈ നിരവധി ഇപ്പോൾ തന്നെ ഈ കുറച്ച് ചുരുങ്ങിയ നാളുകളിൽ വയനാട്ടിൽ ഒരുപാട് ആത്മഹത്യകൾ, പ്രത്യേകിച്ച് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ല, ഈ ഒരു ആത്മഹത്യയാണ് നമ്മുടെ വിജയൻ ചേട്ടൻ്റെ ഒരു ആത്മഹത്യയാണ് ഗൗരവമായി. ഞങ്ങളെല്ലാം ആ വീട്ടിൽ പോയതാണ്. ആ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങളെല്ലാം പോയി അന്വേഷിച്ചാണ്. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരെ സഹായിക്കാൻ, ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടുത്തെ പാർട്ടി സ്വീകരിച്ചതാണ്. 2ാമത്തെ വിഷയം നമ്മൾ അന്വേഷിക്കുന്നില്ല, നമുക്കറിയില്ല. ഇത്തരം ഒരു കരാർ ഇല്ല എന്നുള്ള നിലയിലാണല്ലോ PCC പ്രസിഡന്റ്. അത് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു അവരെ സഹായിക്കുന്നുണ്ട് പാർട്ടി. അവരെ 2 ഘട്ടത്തിൽ സഹായിച്ചത് എനിക്കറിയാം, അത്രേ എനിക്കറിയാം. അതെന്താണ് ഇപ്പോൾ പരാതിക്ക് കാരണമെന്ന് പാർട്ടി തന്നെ അന്വേഷിക്കും. നിയമസഭയിൽ എന്ത് തരം നിലപാടായിരിക്കും ഓരോ വിഷയങ്ങളോട് സമീപിക്കുക? അല്ല, ഞങ്ങൾ അറിയാലോ, ഞങ്ങൾ നന്നായി തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് പോകാറുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന മുഴുവൻ വിഷയവും നിയമസഭയിൽ കൊണ്ടുവരാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയം നിയമസഭയിൽ കൊണ്ടുവരുന്ന പ്രതിപക്ഷമാണ് ഞങ്ങളുടേത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രമാത്രം വിഷയം ഹൗസിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രതിപക്ഷം കേരളത്തിൻ്റെ ചരിത്രത്തിലുമില്ല. നിങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഇഷ്യൂസ് ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നത്തിനൊന്നും പരിഹാരമായിട്ടില്ല. പക്ഷേ ഫോക്കസിൽ, ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികളുടെ ഫോക്കസിൽ ഞങ്ങൾ ഒരുപാട് കുറേ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ മലയോര ജനങ്ങളുടെ വിഷയം ആരും ശ്രദ്ധിക്കപ്പെടാതെ കടന്നത് അവിടുത്തെ പാവങ്ങൾ മാത്രമാണ്. ഞങ്ങളാണ് 10 പ്രാവശ്യം നിയമസഭയെ കൊണ്ടുവന്നത്. ഞങ്ങളത് കേരളം മുഴുവൻ സമരം നടത്തി, പല ഘട്ടത്തിൽ സമരം നടത്തി. ഇപ്പം അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന നടപടികൾ തുടങ്ങിയെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. പോസിറ്റീവാണ് ഞങ്ങൾ. ഈ അടിയന്തര പ്രമേയം അങ്ങനെയുള്ള ഉറപ്പായിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അത് പുറത്തു പറയാൻ പാടില്ല, രഹസ്യമാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഒരുപാട് വിഷയങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞൊരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്, അത്രയും വിഷയങ്ങളുണ്ട്. പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളത് വലിയ പാടാണ്.